വീട്ടുകാരൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും പിന്നെ തേച്ചാലെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. നമ്മളിപ്പോൾ ഇന്ന് പറയൂലേ ടോക്സിക് ആണ്, പ്രണയങ്ങളൊക്കെ ടോക്സിക് ആണ്. നീ എന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, നീ എന്നെ മാത്രം സ്വപ്നം കാണണം, അതാണല്ലോ നീ പ്രണയം. അത് നിങ്ങൾ എഴുതുന്നുണ്ട്, അതിൽ ടോക്സിക് ഇല്ല. അതിൽ തിരിച്ചൊരാണ് എഴുതിയായിരുന്നെങ്കിലോ എന്റെ തരം ഞാൻ അവനെ തലമണ്ട അടിച്ചു കൊന്നു എന്നായിരിക്കും എഴുതപ്പെടുന്നത്. അവസാന നിശ്വാസം ഞാൻ ഹൃദയത്തിൽ കയറി എന്ന് പറയുമ്പോൾ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. പ്രണയം കൊലപാതകത്തെ മഹത്വവൽക്കരിക്കും. ഇന്നപ്പോ ഇത് കറങ്ങി തിരിച്ച് കൊണ്ടെന്നുള്ള എനിക്കുള്ള പണി. എനിക്കിടെ പ്രണയത്തിന് ഈ പ്രണയം പറഞ്ഞാൽ ഇവരെല്ലാം താങ്ങാവത്തില്ല. സ്നേഹം മാത്രമായിട്ട് കാര്യമില്ല, അതിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഘടകം കൂടെ വേണം. എന്റെ അസ്വാതന്ത്ര്യത്തിലേക്ക് നീ കൈയടക്കുന്നു, എന്റെ സമയം എനിക്ക് തിരിച്ചു വേണം, അങ്ങനെയുള്ള എലമെന്റുകൾ നമ്മൾ ഗ്രഹിക്കും. അപ്പോൾ വീട്ടുകാർ എതിർക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പ്രണയിക്കാനായ എനർജി കിട്ടുന്നത്. അതേപോലെ മലയാളത്തിൽ നല്ലൊരു ക്രൈം ത്രില്ലർ വായിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്രൈം ത്രില്ലർ, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇതുവരെ നല്ലൊരു ക്രൈം ത്രില്ലർ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ വിഷ്ണു? ഞാൻ പറയുന്നത് ഇല്ല എന്നാണ്. അഫീഫ, ഞാൻ ഒരു ക്രൈം ത്രില്ലർ ആരാധകനല്ല. ഒന്നാമത്തെ കാര്യം പ്രണയം മാത്രം അല്ല, പ്രണയം ഞാൻ എൻ്റെ മീഡിയം പ്രണയമല്ല എന്നൊരു അടിയുറച്ച വിശ്വാസക്കാരനാണ്. എന്നെ നിങ്ങൾ പ്രണയം എഴുതുന്നത് മോശമൊന്നുമല്ല, പക്ഷേ എൻ്റെ മീഡിയം പ്രണയമല്ല. ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്നതായിരിക്കും ഒരു കാര്യത്തിൽ സമീപ വർഷങ്ങൾക്കുള്ളിൽ തന്നെ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ ഒരാളുടെ എല്ലാ ക്രൈം ത്രില്ലറും വായിച്ചതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ആർ രജത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഒന്നാം ഫോറൻസിക് അധ്യായം, ബോഡി ലാബ്, സസ്പെൻസ് സീൻസ്, ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ്, ഇങ്ങനെ 4 പുസ്തകങ്ങളാണ് പുള്ളി എഴുതിയിട്ടുള്ളത്. ആ 4 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വിഷു എന്നൊരു പെൺകുട്ടി എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വായിക്കുന്നത് പോയട്രി കില്ലർ എന്ന് പറഞ്ഞ പുസ്തകമാണ്. അത് ശ്രീഭാരവതിയാണ്. പിന്നെ ബോഡി ലാബ് അത്ഭുതം. അതിൻ്റെ ലാംഗ്വേജ് അസാധ്യ ലാംഗ്വേജ് അല്ലേ അത്. അതാണ് ആ ക്രൈം ഫിക്ഷൻസ് ഒക്കെയാണ് നമ്മളെ കൂടുതലും അതിശയിപ്പിക്കുന്നത്. പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള പോയട്രി കില്ലറാണ് ശ്രീഭാരതിയുടെ. പിന്നെ ഞാൻ വായിച്ച ക്രൈം ത്രില്ലർ ഇപ്പം ഈ ഇടയ്ക്ക് വായിച്ചെന്ന് പറഞ്ഞാൽ ശിവൻ എടമൻ എഴുതിയ സിംഹമുദ്ര എന്ന് പറയുന്ന ക്രൈം ത്രില്ലർ വായിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണുലാൽ സുധ എഴുതിയ ഒരു അദൃശ്യ മുറിവുകൾ എന്നൊരു കൃതിയും വായിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ക്രൈം ഫിക്ഷൻ വായന. അങ്ങനെ ഞാൻ ഒരു വലിയൊരു ക്രൈം ഫിക്ഷൻ ആരാധകനല്ല. മറ്റൊന്നും കൊണ്ടല്ല, ആ പുസ്തക ഏരിയ കൊള്ളാൻ എനിക്ക് ആ ഒരു ജോണറിനപ്പുറമായിട്ട് കുറച്ചും കൂടെ വൈകാരികതയൊക്കെയുള്ള മറ്റ് പുസ്തകങ്ങൾ വായിക്കാൻ ഇപ്പം ഞാൻ കൂടുതലും കുറച്ചുകൂടെ നോൺ ഫിക്ഷൻ വായനയാണ് ഇപ്പോൾ സജീവമാക്കിയിരിക്കുന്നത്. നോൺ ഫിക്ഷനാണ് ഇപ്പോൾ അധികം വായിക്കാറുള്ള കാര്യം. നോൺ ഫിക്ഷൻ വായിക്കേണ്ട ഒരു അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് നാളുകളായിട്ട് ഇതിനോടൊപ്പം സമാന്തരമായിട്ട് നോൺ ഫിക്ഷൻ വായിച്ചു പോകുന്നുണ്ട്. നോൺ ഫിക്ഷൻ വായിക്കേണ്ട കുറച്ച് അടിയന്തര അവസ്ഥ വന്നതുകൊണ്ട് നോൺ ഫിക്ഷൻ വായന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രൈം ഫിക്ഷൻ, മലയാളത്തിൽ ക്രൈം ഫിക്ഷൻ മോശം ഒന്നുമല്ല. ക്രൈം ഫിക്ഷൻ നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, മലയാളത്തിൽ നല്ല പുസ്തകം ഇറങ്ങുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി നമ്മളെപ്പോഴും ഈ ക്രൈം ഫിക്ഷനെയൊക്കെ നമ്മളൊരു മറ്റ് ഭാഷകൾ, ഇപ്പം ജാപ്പനീസിലൊക്കെയാണ് കൂടുതലും നല്ല ക്രൈം ഫിക്ഷൻസ് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെയാണ് കൂടുതലും ക്രൈം ഫിക്ഷൻ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് നമ്മുടെ ഭൂമികയുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ ക്രൈം ഫിക്ഷൻ ഇങ്ങനൊരു അവതരണം അല്ലെങ്കിൽ ഇങ്ങനൊരു ആഖ്യാനം മാത്രമേ സാധ്യമാകത്തുള്ളൂ. അവിടെ അങ്ങനെ വിശാലാഖ്യാനത്തിൻ്റെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അഗതാ ക്രിസ്റ്റിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മലയാളത്തിലെ ക്രൈം ഫിക്ഷനെ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫ്ലോപ്പ് കമ്പാരിസണായി പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം അഫി വായിച്ചതിനകത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം സംഭവിക്കട്ടെ. അത് അഫീൽ നിന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഫി ഒരു ക്രൈം ഫിക്ഷനൊക്കെ എഴുതാൻ ഇങ്ങനെ ചോദ്യം ക്രിയേറ്റ് ചെയ്ത ആൾക്ക് ഉറപ്പായിട്ടും അത്തരം ഒരു ക്രൈം ഫിക്ഷൻ. മലയാളത്തിൽ വായിച്ചതിൽ ബോഡി ലാബ് അസാധ്യ പുസ്തകമാണ്. നല്ല വർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവസാനം ഇറങ്ങിയ പുസ്തകമുണ്ട്, വിഷു എന്ന പെൺകുട്ടി. നല്ല വർക്കാണ്. അദ്ദേഹം ക്രൈം ഫിക്ഷൻ എന്നൊക്കെ മാറിയിട്ട് എഴുതിയൊരു പുസ്തകമാണ്, പ്രണയ പുസ്തകമാണ്. അത് ഭയങ്കര ഇൻറ്റൻസായിട്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. ഇപ്പം ഈ പ്രണയം എഴുതുന്നവർക്ക് കുറച്ചും കൂടെ മനുഷ്യൻ്റെ അതിവൈകാരികതയെ വേട്ടയാടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ജിസ്മയുടെ മറുപുറമൊക്കെ അതിനൊരു ഉദാഹരണമാണ്. കാരണം അരിമേപക്ഷിയിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും തീവ്രമായ വൈകാരികതയെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയൊരു പുസ്തകമാണ് മറുപുറം എന്നൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു പ്രണയം എഴുതുന്നവർക്ക് കുറച്ചും കൂടെ വൈകാരികതയിൽ തീവ്രത ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയുന്നു. ഇപ്പം പ്രണയത്തിന്റെ എക്സ്ട്രീം വേർഷൻ ആണല്ലോ. അതെ, അതായത് ഇപ്പം രണ്ടും സംഭവിക്കുന്നതാണ്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല. ഇപ്പം പ്രണയം സംഭവിക്കുന്നു അല്ലെങ്കിൽ കൊലപാതകം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹാപ്പൻ സംഭവിക്കുന്നതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഞാനിപ്പോൾ ഒരാളെ കൊല്ലണം എന്ന് തീരുമാനിച്ച് എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൊലയ്ക്ക് ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ പ്രണയം എഴുതുന്നവരുടെ കൊലയ്ക്ക് കുറച്ചുകൂടെ ഡെപ്ത് കൂടുതലായിരിക്കും. എന്തു പറയുന്നത്, നേർത്ത തൂവലിന്റെ കനമുള്ള കയർ കൊണ്ട് അവന്റെ കഴുത്തിലേക്ക് ഞാൻ വരികയും അവന്റെ കണ്ണുകളിൽ കടലുകൾ വിരിയുകയും ആ കടലിൽ ഒരു ചുവപ്പ് സൂര്യൻ അസ്തമിക്കുകയും അവന്റെ ശ്വാസത്തിൽ നിന്ന് അവസാന ശ്വാസം പോകുമ്പോൾ ആ ശ്വാസത്തിൽ എൻ്റെ പേരും എൻ്റെ ഗന്ധവും എൻ്റെ ഓർമ്മകളും പേറി അവളുടെ കണ്ണുകൾ അടയുന്നത് കണ്ടു ഞാൻ നിന്നു എന്നൊരു പ്രണയം എഴുതുന്ന കുറച്ചും കൂടെ ടോക്സിക്കായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ എൻ്റെ ഞാൻ അവനെ തലമണ്ട അടിച്ച് കൊന്നു എന്നായിരിക്കും എഴുതപ്പെടുന്നത്. പ്രണയം എഴുതുന്നവർ കുറച്ചും കൂടെ
വിശാലാർത്ഥത്തിൽ ഞാൻ മറുപുറത്തിൽ എഴുതിയിട്ടുള്ള അതില് മർഡർ ഉണ്ട്, ഒരു 3 മർഡർ നടക്കുന്നുണ്ട്. എവിടെയും അങ്ങനൊരു കൊലപാതകം എന്ന് നമ്മൾ എഴുതിയിട്ടില്ല. അതിലൊരു മരണത്തെ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ അവസാന നിശ്വാസവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറി, ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നുള്ളതാണ്. പക്ഷെ അതങ്ങനെയാണ്, കാരണം അത്രമാത്രം അത് പ്രണയിക്കുന്ന അത് നിങ്ങൾ എഴുതുന്നുണ്ട്, അതിൽ ടോക്സിക് ഇല്ല. അതിൽ തിരിച്ചൊരാണ് എഴുതിയായിരുന്നെങ്കിലോ? ഇല്ല, അത് ആക്ച്വലി മറുപുറത്തില് ഒരിക്കലും തന്നിലേക്ക് തിരിച്ചു വരാത്തൊരു മനുഷ്യൻ, തന്നെ തിരിച്ചറിയാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന ഒരിടത്ത്, അതായത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, അരുമയായി പക്ഷി എഴുതിയ ഒരാൾ തന്നെയാണ് മറുപുറത്തിലേക്ക് വരുന്നത്. അപ്പോൾ പ്രണയത്തിൻ്റെ മറ്റൊരു ഭാവമാണത്. അതായത് പ്രണയം എന്ന് പറഞ്ഞൊരു സംഭവം കൈവിട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഞാൻ അരുമയെ പക്ഷിയെ വെച്ചിട്ട് എല്ലാവരും നന്മ മരങ്ങൾ എന്നുള്ളൊരു വിശേഷണമുണ്ട്. ഞാൻ നിങ്ങൾ മറുപുറം വായിച്ചു നോക്കൂ എന്ന് പറയും. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വായിച്ചിട്ട്. അതായത് മറുപുറം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നന്മ മരങ്ങളില്ല. അരുമയെ പക്ഷിയിലും ആക്ച്വലി നന്മ മരങ്ങളൊന്നും ഇല്ല. അത് ആ വായിക്കുന്നവരുടെ കോൺസെപ്റ്റിൽ തോന്നുന്നതാണ്. അതായത് ഞാൻ എപ്പോഴും പറയും, എഴുതിയതിനേക്കാൾ ഭംഗിയായി ഇത് വായിക്കപ്പെട്ടു എന്ന് പറയും. അതങ്ങനെ വായിക്കപ്പെടുന്നതാണ്. ഞാൻ എല്ലാവരുടെ ഭാഗത്തും അവരുടെ നെഗറ്റിവിറ്റീസ് പറയുന്നുണ്ട്, അവരുടെ സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് ആ വായനയുടെ ആ ഒരു ഞാൻ പ്രതിഫലിപ്പിച്ചിരിക്കുന്ന രീതിയാണ് അതങ്ങനെ ആയിപ്പോയിട്ടുള്ളത്. മറുപുറത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രണയത്തിൻ്റെ ഒരുപാട് എന്താ പറയുക, ഇരുണ്ട ഭാവങ്ങളിലേക്കും ജീവിതത്തിൻ്റെ ഇരുണ്ട ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അവിടെ പറഞ്ഞ അവസാന നിശ്വാസവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറി എന്ന് പറയുമ്പോൾ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പ്രണയത്തിലൂടെ തന്നെയാണ് ആ ഒരു കൊലപാതകത്തെ നമ്മൾ എഴുതുന്നത്. പ്രണയം കൊലപാതകത്തെ മഹത്വവൽക്കരിക്കും. അല്ല, നമ്മളിപ്പോൾ ഇന്ന് പറയൂലേ ടോക്സിക് ആണ്, പ്രണയങ്ങളൊക്കെ ടോക്സിക് ആണ്. അതെ അതെ, ശരിക്കും പ്രണയം തന്നെ അത് കാലം, ഇപ്പൊ ഈ കാലം ഒരാളിലേക്ക് മാത്രം ഒരാളിലേക്ക് മാത്രം നീ എന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, നീ എന്നെ മാത്രം സ്വപ്നം കാണണം, പ്രണയം. അതാണ് പ്രണയം. അതാണല്ലോ ടോക്സിക്. അതെ, അത് പിന്നെന്താ ഇപ്പൊ ഈ കാലത്തിലോട്ട് വരുമ്പോൾ അല്ല, അത് ഈ പ്രണയത്തിന്റെ ആദ്യ സമയങ്ങളിൽ ആണ് യോദ്ധാവും സ്ത്രീ ഏറ്റവും വിശുദ്ധയായ സ്ത്രീയുമായിരിക്കും. പ്രണയത്തിൻ്റെ 2ാം പാതിയിൽ ആണ് യുദ്ധത്തിൻ്റെ പോരാട്ടങ്ങളിൽ പല വീതികളിലും തളരപ്പെടും. സ്ത്രീ അപ്പോഴും സ്ത്രീക്കുടെ പ്രണയത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം പുരുഷൻ പ്രണയത്തിൻ്റെ ആദ്യ സമയങ്ങളിലെല്ലാം അവൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങ് എക്സ്പ്രസ് ചെയ്ത് ഞാൻ ഇതാണ് ഉത്തമനായ പുരുഷനാണെന്ന് കാണിക്കും. ഈ കാണിപ്പുണ്ടല്ലോ, ഈ കാണിപ്പം കൊണ്ട് നിർത്തുന്ന മൊമെൻറ്റിലാണ് പെണ്ണ് സ്നേഹിച്ചു തുടങ്ങുന്നത്. മറ്റവൻ കാണിച്ചങ്ങ് തളർന്നിട്ടതിന് ശേഷം സ്ത്രീ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഇവനെല്ലാം അവിടെ താങ്ങാക്കപ്പോൾ എന്ത് ചെയ്യും? ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, 2 വിരോധാഭാസപരമായ കാര്യം തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചിലവഴിച്ച നിമിഷങ്ങൾ, ആദ്യം കൊടുത്ത സമയങ്ങൾ, ആദ്യം കൊടുത്ത പ്രയോറിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യപ്പെടും? കുറേശ്ശെ ആയിട്ട് മാറും. അപ്പം ഇവിടെ എൻ്റെ അസ്വാതന്ത്ര്യത്തിലേക്ക് നീ കൈയടത്തുന്നു, എൻ്റെ സമയം എനിക്ക് തിരിച്ചു വേണം, അങ്ങനെയുള്ള എലമെൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് പ്രണയം. ഈ പറയുന്ന എലമെൻറ്റ് പിന്നെ എല്ലാം കൂടെ കൂടുമ്പോഴത്തേക്ക് അടിച്ച് പിരിയും, അത്രയേ ഉള്ളൂ, വേറെ കാര്യമില്ല. അതാ, അതുകൊണ്ട് പ്രണയം നിങ്ങൾക്ക് പ്രണയം എഴുതുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആ ഒരു പ്രശ്നം വരും. കാര്യം പ്രണയത്തെ നമ്മൾ എത്ര പവിത്രമാണ്, പരിപാവനമാണെന്ന് പറഞ്ഞാലും അതിന്റെ സമാന്തരമായിട്ട് ഈ സാധനം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത്. ഇതെല്ലാം സാഹചര്യമാണ്. ഇതെന്ന് വെച്ചാൽ വ്യക്തികളെ സംബന്ധിച്ചോ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇത് മറിഞ്ഞു വരുന്ന വൈവിധ്യങ്ങളാണ് ഇതിന്റെ എല്ലാ ഭാവങ്ങളും. പക്ഷേ ഇതിനൊറ്റ റിഫ്ലക്ഷൻ വരുന്നത് അത്രയും പ്യൂരിറ്റി ഉള്ള ഒരു സംഭവമാണ് ഇതെന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഈ തുടങ്ങുന്നതും. എന്തുകൊണ്ട് ഇത്രയൊക്കെ നമ്മൾ കേട്ടിട്ടും വീണ്ടും പ്രണയിക്കാൻ മോഹിക്കുന്നതും ദാഹിക്കുന്നതും ഇത് അത്രയും നീഡാണ്, ജീവിതത്തിൽ ഇത് നീഡാണ്. പക്ഷേ ഇത് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, വ്യക്തികളുടെ സ്വഭാവങ്ങൾ മാറുന്നതിനനുസരിച്ചൊക്കെ ഇത് മാറിക്കൊണ്ടിരിക്കും. ഒരു സംഭവം മാറിപ്പോയി എന്ന് വിചാരിച്ചപ്പോൾ മാതാവ്, അങ്ങനെ ഓരോ മാതാവ് പിതാവ് എന്നുള്ള പദവികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഏറ്റവും പ്യൂരിറ്റിയിൽ കാണുന്ന അവസ്ഥകളാണ്. പക്ഷെ ഇതെല്ലാം കുറേ സാഹചര്യത്തിൽ നമ്മൾക്ക് ഇതൊക്കെ മോശവൽക്കരിക്കപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റും ഏറ്റവും പ്യൂരിറ്റിയുള്ള ഒന്നാണ്. പക്ഷെ വ്യക്തികൾ മാറുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇതെല്ലാം ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത്. വൈവിധ്യങ്ങളാണ്. വൈവിധ്യമാണ് വൈവിധ്യമാണ്. അതുകൊണ്ടാണല്ലോ ഇത്ര സുന്ദരം. പ്രണയം ആയിരിക്കും മടുത്തു പോകത്തില്ല ഈ സാധനം. എന്റെ പ്രണയം പോലെ അല്ല ആയിരിക്കണമെന്നില്ല അഫീഫയുടെ പ്രണയം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടിരിക്കും. ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യല്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രണയം പോലെ മറ്റൊരു മനുഷ്യന്റെ പ്രണയത്തെയും കണ്ടെത്താനൊക്കത്തെ. ഇപ്പൊ നമ്മ വളരെ യുക്തിപൂർവ്വം വിവേകപൂർവ്വം ചിന്തിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ഇന്നുകൊണ്ട് ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നമ്മൾ പ്രണയിക്കാൻ മോഹിച്ച് നടക്കുന്നു, ദാഹിക്കുന്നു. അത് ആ ഒരു സംഭവം ഇല്ലാതെ മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതുകൂടെ ഇല്ലെങ്കിൽ പ്രണയം ഭയങ്കര വിരസമായി പോകും. അങ്ങനെയുള്ള ഒരു ഒക്കെ വേണം, എന്നാലേ പ്രണയത്തിലൊരു ത്രില്ലുണ്ടാകത്തുള്ളൂ നമുക്ക് എപ്പോഴും. ഇപ്പോൾ നമ്മുടെ വീട്ടുകാരങ്ങ് അംഗീകരിക്കുക നമ്മളെ പ്രണയത്തെ,
പിന്നെ അത് ത്രില്ലില്ല. വീട്ടുകാർ എതിർക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പ്രണയിക്കാനായ എനർജി കിട്ടുന്നത്. വീട്ടുകാരൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളായിരിക്കും പിന്നെ തേച്ചാലെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതാണ് ആ ഒരു സ്നേഹിക്കപ്പെടുന്ന ഒരു കണ്ടീഷൻ വരണം. സ്നേഹിക്കപ്പെടുക, മനസ്സിലാക്കപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളൊരു മനുഷ്യൻ സ്നേഹിക്കുക, വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ള അത് രണ്ടും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകും. സ്നേഹം മാത്രമായിട്ട് കാര്യമില്ല, അതിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഘടകം കൂടെ വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ ജീവിതം ജീവിച്ചു തീർക്കാൻ കഴിയും. ജിസ്മയാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിരുന്നു. ജിസ്മയുടെ എഴുത്തുകളിൽ എപ്പോഴും ഒരു സെറ്റിലായിട്ട് പെയിനും ഇമോഷൻസും ഒക്കെ കലർന്നിട്ടുണ്ട്. ഇത് സ്വന്തം ജീവിതത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നാണോ എടുത്തെഴുതുന്നത്? രണ്ടിൽ നിന്നും ഉണ്ട്. ഇപ്പം രണ്ടിൽ നിന്ന് പൊതുവേ പറയാം, മനുഷ്യൻ ജീവിതത്തിൻ്റെ ആകെ തുക ദുഃഖമാണ്. അതിൽ നിന്ന് വളരെ എന്താ പറയുക, ഈ കടലിൽ നിന്ന് പവിഴങ്ങൾ കണ്ടെടുക്കുന്നത്, ഒരു കടലാണ് ദുഃഖമെങ്കിൽ അതിൽ നിന്ന് കണ്ടെടുക്കുന്നതാണ് ഈ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. ഒരു വലിയ സാഗരം തന്നെയാണ് ദുഃഖത്തിൻ്റെതെന്ന് പറയുന്നത്. അതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് കണ്ടെടുക്കുന്നതാണ് ഈ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. പവിഴങ്ങൾ പോലെയാണ് സന്തോഷങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക ദുഃഖം തന്നെയാണ്. വ്യതകളില്ലാത്ത മനുഷ്യരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എല്ലായ്പ്പോഴും ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഈ സ്നേഹിച്ച് കൊതി തീരാത്ത മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമുക്ക് വ്യതകളെക്കുറിച്ച് എഴുതാതിരിക്കാൻ കഴിയില്ല. മരണം എന്നുള്ളതാണ് നമ്മുടെ അവസാനം. ആ ഒരു മനുഷ്യൻ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, സങ്കടപ്പെടാതിരിക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് കണ്ടു കൊതി തീർന്നിട്ടില്ല, സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്താ പറയുക, ഒരു വലിയ ഭാഗം തന്നെ സങ്കടങ്ങൾ കൊണ്ടാണ്. അപ്പോൾ മനുഷ്യരെ കുറിച്ച് എഴുതുമ്പോൾ എനിക്കതൊന്നും മാറ്റി നിർത്തി എഴുതാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ എഴുത്തിൽ എല്ലായ്പ്പോഴും സങ്കടങ്ങളെക്കുറിച്ച്. ഇപ്പോൾ കഴിഞ്ഞൊരു ടോക്കിലും ഇങ്ങനൊരു സംഭവം, പുസ്തകത്തിൽ ഒരുപാട് വേദനയുണ്ടല്ലോ, മനുഷ്യനെ വേദനിപ്പിക്കില്ല ഞാൻ എന്ന് പറഞ്ഞു, പുസ്തകത്തിൽ ഒരുപാട് വേദനയുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ മനുഷ്യനെ കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് ഈ സങ്കടങ്ങളെക്കുറിച്ച് എഴുതാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള ഭാഗം സങ്കടങ്ങളൊക്കെ തന്നെയാണ്. അതായത് സ്നേഹമാണ് അതിൻ്റെ കാരണങ്ങളും. സ്നേഹത്തിൻ്റെ ഉറവിടത്തിൽ നിന്നാണ് ഈ സങ്കടങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത്. നമ്മൾക്ക് സ്നേഹമുള്ള ഓരോ ബന്ധത്തിലും, നമ്മുടെ പേരൻസിനോടാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ പാർട്ട്നേഴ്സിനോടാണെങ്കിലും നമ്മുടെ ഏതൊരു ബന്ധത്തിൽ സൗഹൃദങ്ങളിലാണെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ സങ്കടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്നേഹമില്ലാത്തിടത്തൊന്നും നമുക്ക് അങ്ങനെ വലിയ സങ്കടമൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പം നമ്മുടെ ഇന്ദുഗോപൻ്റെ ഒരുപാട് കൃതികൾ ഇന്ന് സിനിമയായി മാറിയിട്ടുണ്ട്. ഒരു 3, 4, 5 സിനിമകൾ. അങ്ങനെ നമുക്കിപ്പോൾ അവിരാമം ഒരു സിനിമയാക്കാം എന്ന് വെച്ചു. ഇപ്പം ഞാൻ തന്നെ ഒരു സിനിമയാക്കാം എന്ന് വെച്ചാൽ അവിരാമത്തിൻ്റെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായ, പേഴ്സണലി ഒരു 10 കൃതികൾ ഇഷ്ടമായ ബുക്സിലുള്ളതാണ് അവിരാമം. അപ്പോൾ ഇതൊരു സിനിമയാക്കാം എന്ന് വിചാരിച്ചാൽ അതിലെ 2 ക്യാരക്ടേഴ്സ് പെട്ടെന്ന് മൈൻഡിൽ വരുന്നത് ആരായിരിക്കും? രഘു ആൻഡ് ഭദ്ര എന്ന് പറയുന്നത്. അവിരാമം സിനിമയാക്കാം കാണിച്ച മനസ്സിന് എനിക്ക് സന്തോഷമുണ്ടാകും. 10 പുസ്തകങ്ങളിൽ പേരൊന്ന് അതിയായ സന്തോഷമുണ്ട്. ഭദ്രയായിട്ട് എനിക്ക് നമ്മുടെ ജോസഫ് സിനിമയില്ലേ, അതിലെ നായികയുടെ പേര് പറയാം. ഏത് നായികയാണ്? ജോസഫിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച മരണപ്പെട്ടു പോകുന്നത്. അതായത് അതെ, അവരുടെ പേര് രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നുണ്ട്. അതായത് മുഖത്ത് മറ്റേ റൗണ്ട് ഫേസ് ഒക്കെ ഉള്ള, പേരെനിക്കറിയില്ല. യെസ്, സെക്കൻഡ് വൺ ആയിട്ടുള്ളത്. എനിക്ക് അവരെ ഭദ്രയാവണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനൊരു. പിന്നെ രഘുവായിട്ട് ആര് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഘുവായിട്ട് എന്നെ തന്നെയാണ് ഇല്ല, ഞാൻ എന്നെ കണ്ടിട്ടേ ഇല്ല രഘുവായിട്ട്. ഞാനിടുന്ന ഒരു ക്യാരക്ടറിനകത്തും നിങ്ങളാരും എന്നെ തേടരുത്, ഞാൻ പിടിതരത്തില്ല. എനിക്ക് അങ്ങനെയാണോ ആരും പറഞ്ഞാൽ ഞാൻ താങ്ങത്തുമില്ല. കാര്യം എനിക്ക് എൻ്റെ കഥാപാത്രം ആവേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എഴുതിയാൽ പോരെ. എൻ്റെ ക്യാരക്ടറിനെ ഞാനാണെന്ന് കണ്ടെത്തുന്ന നിമിഷം ഞാൻ എടുത്തു തീർത്തും. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ഫിക്ഷൻ എഴുത്തുകാരൻ്റെ തകർച്ചയത്. അവനവനെ റിഫ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എഴുത്തിനകത്ത്. എന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പുസ്തകം എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് മറ്റുള്ള എൻ്റെ ഫിക്ഷൻ, എൻ്റെ ഭ്രാന്തമായ ചിന്തയിൽ ഞാൻ ഉണ്ടാക്കുന്ന കഥാപാത്രത്തെ ഞാനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് നിർത്തിക്കോണം പരിപാടി. പിന്നെ എഴുത്താൻ നിൽക്കരുത്, പൊളി. അവിടെ പിന്നെ പൊളി. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്, നമ്മൾ എഴുതുന്നൊരു എഴുത്തിനകത്ത് നമ്മളെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് അപകടമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പേര് ആരെങ്കിലും ഒരു വരി, നമ്മളൊരു 2-3 പുസ്തകം വായിച്ചിട്ട് 3ാമത്തെ പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ വരി വായിച്ചിട്ട് ഇത് വിഷ്ണു അഞ്ചലിൻ്റെ എഴുത്ത് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാലും എഴുത്ത് നിർത്തിക്കണം. ഒരു പുസ്തകത്തിൽ നിന്ന് മറ്റൊരു പുസ്തകം എപ്പോഴും ഭാഷാപരമായിട്ടാണെങ്കിലും ആഖ്യാനപരമായിട്ടാണെങ്കിലും വ്യത്യസ്തമായിരിക്കണം.
ഒരാളുടെ വായന, അതായത് എൻ്റെ ഒരു 3 പുസ്തകം വായിച്ച് 4ാമത്തെ പുസ്തകം എൻ്റെ പേര് കാണാതെ അയാൾ വായിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ ആദ്യത്തെ 3-4 വരി വായിച്ചിട്ട് ഇത് വിഷ്ണു അഞ്ചലിൻ്റെ എഴുത്ത് പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ അപകടമാണ്. ഇനി വേറൊരാൾ എഴുതിയ പുസ്തകം വിഷ്ണു അഞ്ചലിനെ പോലെ ഉണ്ടെന്ന് വെച്ചാൽ അഭിമാനിക്കുകയും ചെയ്യാം. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കം ടു ദ പോയിന്റ്. അപ്പോൾ രഘുവായിട്ട് ആരെ വേണമെന്ന്, രഘുവായിട്ട് എൻ്റെ മനസ്സിൽ രഘു ഒരു പാമ്പ് പിടിച്ച മനുഷ്യനാണ്. അപ്പം രഘുവായിട്ട് ആരെയാണ്? ഷറഫുദ്ദീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഷറഫുദ്ദീൻ. അപ്പോൾ എനിക്ക് ഷറഫുദ്ദീൻ മതി. അപ്പോൾ രണ്ടും കൂടെ സിങ്കാവുന്നെങ്കിൽ ഓക്കെയാണ്. എനിക്ക് ഷറഫുദ്ദീൻ ആ ഒരു വേഷത്തിലേക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം മനുഷ്യനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ ഷൺമി തിലകനെ ഇച്ചിരി പ്രായമൊക്കെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് അതും ഇഷ്ടമാണ്. കാര്യം അങ്ങനെ ഒരു കഥാപാത്രമാണെങ്കിൽ കുറച്ച് അത് രസമായിരിക്കും. കാരണം പുള്ളിക്കാരൻ പാവമനുഷ്യനാണ് രഘു. പാവമനുഷ്യനായിക്കോട്ടെ. ഷൺമി തിലകൻ ഇപ്പം പാവമൊക്കെ ആവാൻ വലിയ കാര്യമൊന്നുമില്ലല്ലോ. പുള്ളിക്കാരൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റേക്കൊക്കെ പുള്ളിക്കാരൻ അഭിനയിച്ചോളൂ. അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കുറച്ച് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സൗണ്ടിൽ താഴെ ഇരിക്കുന്ന ആളായിരിക്കും കുറേ ബ്യൂട്ടി ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ജോസഫില നായിക തന്നെയാണ് മറ്റേ നമ്മുടെ ഈ സിനിമയ്ക്കകത്തുള്ളത്. കോൾഡ് കേസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മരണപ്പെട്ടു പോകുന്ന സ്ത്രീ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന ജോസഫിലെ നായികയാണ്. ഞാൻ അരുമയ പക്ഷി സിനിമയാക്കിലൊരു കുഴപ്പമുണ്ട്, എല്ലാവരും തിയേറ്ററിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. അല്ല, അത് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യം, ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ളതല്ല, എന്നോട് ഇതുപോലെ സിനിമ ചെയ്യുന്ന ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്നിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കാസ്റ്റിംഗ് കോസ്റ്റ് ഭയങ്കര കൂടുതലുള്ള ആളുകൾ, ഞാൻ അതിമോഹമാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഭവമൊന്നും അരുമയ ബഷീർ ഉണ്ടാവില്ല. അത് പുസ്തകമായിട്ട് തന്നെ വായിക്കപ്പെട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലൈമാക്സ് സീനൊക്കെ ഭയങ്കര അതെങ്ങനെ അത് പ്രതിഫലിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത്രയും നല്ല രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഒരു സിനിമ ആക്കി കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഭംഗിയാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുക. കാരണം ആ വായനയിൽ ഉണ്ടാകുന്ന കുറേ മാജിക്കുകളാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിമോഹമാണ്. ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളത് ഐഷയായിട്ട് നയൻതാരയെയും നന്ദനായിട്ട് നമ്മുടെ ഫഹദിനെയാണ് ഞാൻ കണ്ടത്. ഭയങ്കര കാസ്റ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും സംഭവിക്കട്ടെ. പക്ഷെ ഞാനത് വല്ലാതെ നമ്മളെ ബോഡി ഗാർഡിലെ നമ്മളാ നയൻസിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, എല്ലാ സാരിയൊക്കെ എടുത്ത് നിൽക്കുന്ന, ഭയങ്കര അലസമായിട്ട് സാരി എടുത്തിക്കുന്ന വേഷം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിൽ കണ്ടത്. അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ട് ഫഹദ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിലിങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഞാൻ പിക്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെങ്ങനെയായിരിക്കും അവരുടെ എന്താ പറയുക ശരീരഭാഷയും അവരുടെ ഒരു വേഷമൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ശരിക്കും കൊണ്ടുനടന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് അങ്ങനെയൊക്കെ സിനിമയാവാൻ കഴിയുമെങ്കിൽ, ഏതെങ്കിലും നല്ലൊരു ഡയറക്ടറിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടുമെങ്കിൽ അവരൊക്കെ തന്നെ വന്ന് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ആളുകളുടെ മനസ്സിലൊന്നും കൂടെ പതിയാൻ പാകത്തിന് അരുമയ ബഷീർ മാറുമായിരിക്കാം. കാലം അത് ഇപ്പൊ ഫിഡെ ചോദ്യം പോലെ കാലം അത് അനുവദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇമോഷണലി ആൾക്കാരെ വല്ലാണ്ട് തകർത്ത്. അതിനകത്തൊരു കൂട്ടിച്ചേർക്കൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോവലുകൾ സിനിമകളാകാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനക്കാരനാണ് ഞാൻ. പക്ഷെ ഞാനൊരു നോവൽ അത് സംസാരിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. യു ആർ ദ ബെസ്റ്റ് വൈഫ്. ആരുടെ പുസ്തകമാണ്? അജയുടെ. അജയ് അല്ല, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയാം, നോവലുകൾ ഭയങ്കര അതൊരു സിനിമയായി കാണണം. അതാണ് പ്രശ്നം. അതായത് നോവലുകൾ സിനിമയായി കാണുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിലായത്ത് ബുദ്ധ പോലെ, വിലായത്ത് ബുദ്ധ എന്നല്ല, നമ്മൾ വായനയ്ക്കൊരു വിശാല സ്വാതന്ത്ര്യമുണ്ട്. അപ്പം വായന ഇപ്പം വിലായത്ത് ബുദ്ധ ആയിക്കോട്ടെ, ഏത് പുസ്തകം ആയിക്കോട്ടെ. വിലായത്ത് ബുദ്ധ ഡബിൾ ബാരൽ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ വിലായത്ത് ബുദ്ധ വായിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലൊരു കാഴ്ചപ്പാടുണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഈ നോവലുകളെ സിനിമവൽക്കരിച്ചിട്ടുണ്ട്. പലതും ഡിസാസ്റ്റർ ആയിട്ടുണ്ട്, പരാജയപ്പെട്ടു. സിനിമ ഉണ്ടായിരുന്നു. അപ്പം ഇത് പരാജയപ്പെട്ടു പോകുന്ന പരിപാടിയുണ്ട്. അപ്പം ഈ തിരക്കഥയുടെ സൗന്ദര്യമുണ്ട്. തിരക്കഥ മേക്ക് ചെയ്ത് ഇപ്പോൾ എക്കോ സിനിമ ഒരു സിനിമയുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് ഞാൻ കണ്ടതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എനിക്ക് എക്കോ. അതിനൊക്കെ ഇപ്പോൾ ഇറങ്ങിയ ബാലൻ. ഇപ്പോൾ ഈ സിനിമകളൊക്കെ ഒരു നോവലായിരുന്നെങ്കിൽ ഈ വായനക്കാരൻ്റെ ദൃശ്യാവശ്യം, ഇപ്പം ആടുജീവിതം എന്തുകൊണ്ടാണ് ഇത്രയും പതിപ്പുകൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം? ആടുജീവിതം തിയേറ്ററിൽ അത്ര വലിയ വിജയകരമായ സിനിമയൊന്നുമില്ലായിരുന്നു ആടുജീവിതം. ബെന്യാമിൻ്റെ പുസ്തകം, ഈ പറയുന്ന ബ്ലസ്സിയുടെ സിനിമയെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എഴുത്തിൽ നിന്നും ഒരു ദൃശ്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ കണ്ടു വച്ചിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്ന് ഒരു സംവിധായകനും നടനും ഒക്കെ ചേർന്ന് ഇതാണ് നിങ്ങളെ വിഷ്വൽ എന്ന് കാണിക്കുകയാണ്. അപ്പം നോവലുകൾ സിനിമകളാവുന്നതോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമുള്ള ഒരാളല്ല. അരുമയ ബഷീൽ ഞാനിങ്ങനെ ചിത്രങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്കതിൽ ചിത്രങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ എഡിറ്റർ പറഞ്ഞത്
അത് ജിസ്മ എഴുതി വെച്ചിരിക്കുന്ന സംഭവം 1000 വായനക്കാർക്ക് 1000 ചിത്രങ്ങളായിരിക്കും. ഒരു ചിത്രം വരച്ചു വെച്ചാൽ അത് മാത്രമേ അവർ കാണുള്ളൂ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിരുന്നു. സത്യമാണ് ആ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു പക്ഷേ ഇത് നന്നാവാം. ഈ പറഞ്ഞ MTയുടെ പല എഴുത്തുകളും നമ്മൾ വായിച്ചതിനേക്കാൾ നമ്മളെ ത്രസിപ്പിക്കുന്ന ഈ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. സതയമൊക്കെ അങ്ങനത്തെ ഒരു ചിത്രമാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെല്ലാം തച്ചുടച്ച ആ വായന പോലും നശിപ്പിക്കുന്ന രീതിയിൽ മാറിപ്പോവാനും സാധ്യതയുണ്ട്. അതൊരു എന്താ പറയുക, അത് വലിയ സാഹസമാണ്. നമ്മളതിന് മുതിർന്നു കഴിഞ്ഞാൽ വലിയ സാഹസമാണ്. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊരു ദൃശ്യവിരുന്നവർക്ക് നൽകാം. ഇല്ലെങ്കിൽ അത് ഈ വായനയെ പോലും തളർത്തിക്കളയുന്നു. ഇപ്പോൾ ആടുജീവിതം ഏറ്റവും വലിയ രീതിയിൽ ഏറ്റവും ഒരുപാട് എക്സ്പെൻസീവായിട്ട് എടുത്ത ഷൂട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ ആ ആടുകളുമായിട്ടുള്ള ഒരു സീക്വൻസ് ഉണ്ട്, വിശപ്പിനെ കുറിച്ചും. രണ്ടാമത്തേത് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സീനും കൂടിയുണ്ട്. അത് ആ വായിക്കുമ്പോൾ ഉണ്ടായ ഒരു ആഴമുണ്ട്, ഒരു വല്ലാത്ത ഇമോഷനുണ്ട്. അതുപോലെ മരുഭൂമിയിലെ ദാഹമുണ്ട്. അത് എത്രമാത്രം ആ സിനിമയിൽ അത് റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ വായനയിൽ ആ വായന അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഇവിടെ ഒരു ദാഹം വരും. ആ മരുഭൂമിയിലെ ചൂട്, ആ മണ്ണ് വാരി കഴിച്ച് മരണപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എഴുത്തിലും അത് ഞാൻ എപ്പോഴും ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഒരു മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നത് സാഹിത്യത്തിലെ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് ഏതൊരു ഭാഗ്യപരീക്ഷണം പോലെയാണ് അത് സിനിമയാക്കുക എന്നുള്ളത്. പരിമയ വിഷയമൊക്കെ എനിക്ക് തോന്നുന്നു അത് വലിയ പ്രശ്നമില്ലാത്തൊരു കണ്ടൻറ്റാണ്, പ്രണയമാണ്. അതൊരു സിനിമയാക്കിയാലും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഇപ്പം മറുപുറം ഒരിക്കലും അതൊരു സിനിമയാക്കിയാൽ അത് എത്രമാത്രം മറുപുറം വായിക്കുന്നത് അതേ ഒരു ഫീല് ഇതിലേക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അരുമയ പക്ഷെ പിന്നെ നമുക്ക് കൺവിൻസ്ഡ് ആവും. പക്ഷേ മറുപുറം ചിലപ്പോൾ അത് അത്രയും പറ്റണമെന്നില്ല. കാരണം അത് എഴുത്തിൽ മാത്രം വരുന്ന കുറേ വേദനകളും അവസ്ഥകളുമാണ്. ആ അവസ്ഥകൾ എത്രമാത്രം സിനിമയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. വിലായത്ത് അതുപോലെയായിരുന്നു. ഞാൻ വായിച്ചതിൻ്റെയൊക്കെ ആ ഒരു പീക്ക് ഇമോഷനിലാണ് ഫസ്റ്റ് ഡേ തന്നെ ഷോക്ക് പോയത്. ഒരു നിസാരമായിട്ടുള്ള സമയത്ത് പോലും നമ്മളൊരു അമാനുഷികമായിട്ടുള്ളൊരു അവസ്ഥയിൽ നമ്മൾ വായനയിലെത്തിക്കും. ആ സംഭവം ഈ യാഥാർത്ഥ്യത്തോട് ചേർത്തിണക്കി അവർ പ്രതിഫലിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാവില്ല, ആ ഒരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചില സിനിമകളുണ്ട്. ഒരു ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ വിലായത്ത് ബുദ്ധിയിലത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ എനിക്കതൊരു നിസ്സാര ക്യാരക്ടേഴ്സായിട്ട് തോന്നിയിട്ടില്ല, ഒരു സാധാരണ മനുഷ്യരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ വായനയിൽ ആ വായനയുടെ ഏതൊക്കെയൊക്കെ ഒരു തലത്തിൽ അതൊരു അമാനുഷികമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു എന്താ പറയുക, ആ കാട്ടിലെ കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്, ആ മല കയറുന്ന സീക്വൻസ്, അതൊക്കെ എത്രമാത്രം ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയ പ്രയാസമാണ്. അതിങ്ങനെ എത്ര നമ്മൾ പണം മുടക്കി സിനിമ എടുത്താലും പിന്നെ അതിന് മാത്രം പാകപ്പെട്ട ഒരു തിരക്കഥയും ഡയറക്ടറൊക്കെ നമുക്ക് കിട്ടണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ അത് റിഫ്ലക്റ്റ്. പിന്നെ മാത്രമല്ല, നമ്മൾ കാണുന്നവരും ഇത് ഇത്രമാത്രം ഉള്ളിലിട്ടിട്ടാണല്ലോ നമ്മളത് പോയി കാണുന്നത്. ഇതിനെ മറികടക്കാൻ പാകത്തിനായിരിക്കും. അത് അവരുടെ നിസ്സഹായാവസ്ഥയാണ്. കാരണം ഓരോ വായനക്കാരനും ഇത് എങ്ങനെ കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അവരുടെ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ട് അവർക്ക് ആ സാധനം ചെയ്യാൻ കഴിയുള്ളൂ. ദൃശ്യ ആവിഷ്കാരത്തിന് അങ്ങനത്തെ കുറേ പരിമിതികളുണ്ട്. ആ പരിമിതിയിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭാവനയുടെ ഇതിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അരുമയ പക്ഷിക്ക് പെയിൻറ്റ് ചെയ്യണം. പക്ഷേ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് അധികവും നമ്മളൊക്കെ വായിക്കുന്നതിൻ്റെ മെയിൻ റീസൺ തന്നെ അനാഹോങ്ങിൻ്റെയൊക്കെ പല പുസ്തകങ്ങളും വായിക്കുന്നത് ഇങ്ങനെ നമ്മൾ കാണുന്ന വീഡിയോസും ഒരു പിക്ചറൈസേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. കാരണം നമ്മുടെ മൈൻഡിൽ ആ ഒരു ക്യാരക്ടർ വരും, അത് നമ്മൾ അറിയാതെ ആ റീൽസും കാര്യങ്ങളും കണ്ടുകൊണ്ട് വായിച്ചു പോകും. അപ്പോൾ അതങ്ങനെ പലവർക്കും പല രീതിയിലാണ് റീഡേഴ്സിന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പലതും പോസിറ്റീവ്ലി അത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. അതായത് നമ്മളിലേക്ക് ആ പുസ്തകം എത്തിക്കാനുള്ളൊരു വഴി കൂടിയാണ്. ഇപ്പോൾ ഇതേ സംഭവം തന്നെ മറുപുറത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15ഓളം ഇല്ലുസ്ട്രേഷൻസ് മറുപുറത്തിലുണ്ട്. അത് അബ്സ്ട്രാക്റ്റ് ആണ്. ആ മറുപുറത്തിന് ചേരുന്നത് അതാണ്. അതിലൊരു പിക്ചർ വെക്കാതിരിക്കാൻ പറ്റാത്തൊരു നോവലാണ്. അപ്പോൾ ഇത് നീഡായിട്ടുള്ള അവസ്ഥകളും ഉണ്ട്. ഇത് നമ്മൾക്ക് കൊടുത്തു എന്ന് കരുതിയിട്ട് പക്ഷേ കൊടുത്തില്ലെങ്കിൽ സാധ്യത കൂടുതലാണ്. അത് വലിയൊരു വാസ്തവം തന്നെയാണ്. കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ വായിക്കുന്നതും ഞാൻ വായിക്കുന്നതും മറ്റൊരാൾ വായിക്കുന്നതും പല രീതിയിലാണ് നമ്മൾ ആ ഭാവനയിൽ കാണാം. പക്ഷെ
ഒരു മുഖം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ മുഖത്തിലൂടെ തന്നെ എത്രയോ സിനിമകൾ വന്നതിന് ശേഷം നമ്മളെ കഥാപാത്രങ്ങൾ ആ രൂപമായി സാമ്യതപ്പെടുത്തി നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. മറന്നു പോവാം പിന്നീട്, പക്ഷെ നമ്മൾ ആ കുറച്ച് കാലത്തേക്കെങ്കിലും നമ്മുടെ കഥാപാത്രങ്ങൾക്കെല്ലാം ജീവനുണ്ടായി ആ ഒരു ഫേസും ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയും. അപ്പം അങ്ങനെ ചെയ്തതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ, അതിന് വിശാലമായ സാധ്യതകൾ വീണ്ടും ഉണ്ട്. നമ്മൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ട്, നമ്മളെ തന്നെ കാണാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. ജിസ്മ പെയിൻറ്ററാണ്, റൈറ്ററാണ്, 2 ചോയ്സസ് ഉണ്ടെങ്കിൽ ഏതായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുക? വലിയ കഷ്ടമുള്ള ചോദ്യമാണ്. കുറച്ച് നാൾ മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ചിത്രം എന്നാണ് പറയുക. ഇപ്പോൾ എഴുത്തിൽ ഒരുപാട് മനുഷ്യരെ കണക്റ്റായി കിടക്കുന്നു. എഴുത്തിനോടുള്ള ഒരു വലിയ ആഗ്രഹം മുന്നിൽ കിടക്കുന്നു. എഴുതാനുള്ള ഒരുപാട് കഥകൾ ഉള്ളിൽ കിടക്കുന്നുള്ളത് കൊണ്ട് എഴുത്ത് മാറ്റി നിർത്താൻ വലിയ പ്രയാസമാണ്. പക്ഷേ നമ്മൾ 2 കണ്ണുകൾ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എഴുതാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പാഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പെയിൻറ്റിംഗ് ആണ്. നിറങ്ങളെ വിട്ടൊഴിഞ്ഞുള്ളൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ കുറച്ച് ഞാൻ എഴുതേണ്ടിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു പക്ഷേ ഞാൻ മാത്രമേ അത് എഴുതാൻ ചിലപ്പോൾ കഴിയുള്ളൂ എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എഴുതി തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ചിത്രങ്ങളും നിറങ്ങളും തന്നെയാണ്. വിഷ്ണുവിനോട് ചോദിച്ചാൽ അധ്യാപകൻ, എഴുത്തുകാരൻ? അധ്യാപകൻ. എഴുത്തുകാരനെക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അധ്യാപകനാണ്. അധ്യാപകൻ തന്നെയാണ്. എഴുത്തുകാരനെക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് അധ്യാപകൻ തന്നെയാണ്. കാരണം അധ്യാപകനായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഴുതും എന്നാണ് എൻ്റെ ഒരു കാര്യം. കുട്ടികൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ നരേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒന്നാമത് പഠിപ്പിക്കുന്ന ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഹിസ്റ്ററി ഒരു ഫിക്ഷനാണ്. അപ്പോൾ ഫിക്ഷൻ്റെ അവതരണം ഇങ്ങനെ നടത്തി ഓൾറെഡി അങ്ങ് എഴുതും. കാര്യം അധ്യാപനം ആണോ എഴുത്താണോ എന്നുള്ള ചോദ്യം, എഴുത്ത് അതിൻ്റെ സമാന്തരമായിട്ട് നടക്കുന്നതാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഞാൻ എഴുത്തുകാരൻ്റെ ആ ഒരു ചട്ടക്കൂട് എടുത്ത് അണിഞ്ഞിട്ടില്ല ഞാൻ ഒന്നാമത്തെ കാര്യം. ഞാൻ അതിലേക്ക് നടക്കുന്ന ഒരാളാണ്. അപ്പം ഇവരെല്ലാം സപ്പോർട്ടോട് കൂടി നടന്നു പോകുന്നൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഒട്ടും ചിന്തിച്ചില്ല. അതാ വിഷ്ണു അത് പലപ്പോഴും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് അധ്യാപകനായിരിക്കുന്നതാണ് കുറച്ച് കംഫർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പം അധ്യാപകൻ്റെയും വായനക്കാരൻ്റെയും താഴെയാണ് ഞാനെന്ന് എഴുത്തുകാരനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. കാര്യം ഞാനൊരു എഴുത്തുകാരൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു സ്ഥലത്തേക്ക് ഞാൻ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ ലേറ്റായിട്ട് നടന്നൊരു മനുഷ്യനാണ്. വളരെ വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇപ്പം നിലവിലത്തെ കണ്ടീഷനകത്ത് ക്ലാസ് മുറിയിലെ അധ്യാപനം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര റിലീഫാണ്. ഞാൻ മറ്റെല്ലാം മറക്കുന്ന, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് എൻ്റെ ടീച്ചിങ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കുട്ടികളുമായിട്ട് ചിലവഴിക്കുന്ന നിമിഷങ്ങളായി പല കാറ്റഗറിപ്പെട്ട ഞാൻ ഈ BEd TTCക്കാർക്കൊക്കെ സൈക്കോളജിയൊക്കെ, എഡ്യൂക്കേഷൻ സൈക്കോളജിയൊക്കെ എടുക്കും. അപ്പോൾ അതിനെ എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഷഫ്ലിംഗ് ലെവലിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം രസമുള്ളൊരു മൊമെൻ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എഴുത്തെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നടക്കുന്ന സംഭവമാണ്. ഒരു ഘട്ടത്തിൽ ഇപ്പം അഫീഫ് ചോദിച്ച ചോദ്യത്തിന് ഒരു 10 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ചിലപ്പം ഉള്ള മറുപടി എന്നെ ഏറ്റവും കൂടുതൽ എഴുത്തുന്നതായിരിക്കാം. അപ്പോൾ അന്ന് ചിലപ്പം വായനയെന്ന് മാത്രമായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ടീച്ചിങ് കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. കാര്യം എനിക്ക് അത് കുറച്ചൊരു വായിക്കാൻ എഴുതാനൊക്കെ ഉള്ളൊരു മൂഡ് ക്രിയേറ്റ് ആക്കി തരാറുണ്ട്. ഇപ്പോൾ അധ്യാപനം തന്നെയാണ് ഞാൻ കാണുന്ന കാര്യം. എഴുത്തുകാരൻ എന്ന് പറയുന്ന ലേബലിലേക്ക് ഞാൻ എത്തപ്പെടുന്നൊരു മൊമെൻറ്റിൽ തീർച്ചയായിട്ടും ഞാനിത് വരും. അതിനുള്ള ശ്രമമാണ്, വളരെ നീണ്ടൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നോവൽ പുറത്തിറങ്ങണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എൻ്റെ കൂടെ സമാന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ എഴുതണം. ചെറുകഥകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറുകഥകൾ എഴുതണം. ചെറുകഥകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലേ കടന്ന് വർക്ക് ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അത് ചെറുകഥയ്ക്ക് വേണ്ടിയുള്ള വായനകൾ സജീവമാണ്. വിക്ടർ ലീനസ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വായിക്കുന്നത്. ചെറുകഥകൾ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്. ഭാഷാപരമായിട്ട് ചെറുകഥയിലേക്ക് ഒരുക്കുന്ന പരിപാടിയാണ്. തലതിരിഞ്ഞ് ചിന്തകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവസാനമായിട്ട് ഒരു അലക്സാണ്ടറുടെ മുട്ട എന്നൊരു ചെറുകഥയാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നൊരു കഥയാണ്. അപ്പോൾ അത് ഉടനെ പുറത്തിറങ്ങട്ടെന്ന് ആഗ്രഹിക്കുന്നതൊക്കെയാണ് എന്നെ സംബന്ധിച്ച കാര്യം. അഫിയുടെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ വളരെ എന്താ പറയുക, ചിരിച്ച് കളിച്ച് എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് അഫി വളരെ എന്താ പറയുക, ബ്രഹ്മാസ്ത്രങ്ങൾ ഓരോന്നായി വീട്ടിൽ നിന്ന് രാഗി മെനക്കി വന്നതാണ്. ഞാൻ പിടിതരുമൊന്നും പ്രതീക്ഷിച്ചെങ്കിൽ നടക്കത്തില്ലേ. കോൺട്രവേഴ്സി ടോക്കാണ് അഫി ഇപ്പോൾ ഉദ്ദേശിച്ചത്. അല്ല, എനിക്ക് അഫിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, അഭിരാമത്തിൻ്റെ വായനയ്ക്ക് ശേഷം അഫി ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഫി എന്നെ ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് അഫി എൻ്റെ അടുത്ത് ഇങ്ങനെ കെയർ മീരയുടെ എഴുത്തുകളെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു. അന്ന് എനിക്കറിയായിരുന്നു കെയർ മീര അഫിയുടെ എന്തോ പ്രശ്നം.
ഇന്നപ്പോൾ ഇത് കറങ്ങി തിരിച്ച് കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ എനിക്കുള്ള എനിക്ക് ആ വ്യക്തിയായിട്ട് പ്രശ്നം എനിക്ക് അല്ല ഞാനും അതാ ഉദ്ദേശിച്ചത് അല്ലാതെ പക്ഷെ നമ്മൾ അന്ന് സംസാരിച്ചപ്പോ നമുക്ക് രണ്ടുപേർക്കും യെസ് അല്ല അന്ന് ആ പറഞ്ഞ സംസാരത്തിന്റെ ആംഗിൾ ഇതല്ലായിരുന്നു, മറ്റൊരു രീതിയിലായിരുന്നു. അതിന്റെ ആഖ്യാനത്തിന്റെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഖബറിനെ കുറിച്ചാണ് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു. ഖബർ പിന്നെയാണ് ഞാൻ മീരാസാദ് വായിച്ചത്. യെസ് അതാണ് അന്ന് നമ്മൾ ഖബറിനെ കുറിച്ച് എനിക്ക് വന്നത് കുറച്ചും കൂടെ വല്ലാതായില്ലേ. ഞാൻ പകുതിക്ക് വെച്ച് നിർത്തി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലാണ്ട്. അപ്പോൾ ഇനിയും നല്ല കൃതികൾ ഉണ്ടാവട്ടെ, നിന്നിലേക്കുള്ള ദൂരം ഭയങ്കര സക്സസ്ഫുൾ ആവട്ടെ. താങ്ക് യു. നമ്മുടെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു.